ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. താലൂക്ക് തല അദാലത്തുകൾ വലിയ വിജയവും പോസിറ്റീവ് അനുഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പൊതുവെ ജനങ്ങൾ വളരെ സംതൃപ്തരാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പരാതികൾ പരിഹരിക്കാൻ ഈ വർഷത്തെ അദാലത്തുകൾക്ക് കഴിയുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇന്നലെയാണ് 2024 താലൂക്ക് അദാലത്ത് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചത്. 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന താലൂക്ക് അദാലത്ത് വളരെ ഫലപ്രദമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി സർക്കാർ ഓഫീസുകളിൽ പോയി പരിഹരിക്കപ്പെടാത്ത പല പ്രശ്നങ്ങളും മന്ത്രിമാർ കേൾക്കുകയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളാകെ ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്നുകൊണ്ട് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു നല്ല അനുഭവമായിരുന്നു 2023 താലൂക്ക് അദാലത്ത്. അവിടെ നിന്ന് തന്നെ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചു ചില സങ്കീർണമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്ത് അതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായി പലതും പരിഹരിക്കപ്പെട്ടിരുന്നു. 1.5 വർഷത്തിന് ശേഷം വീണ്ടും നേരത്തെ നടത്തിയ താലൂക്ക് അദാലത്തിൻ്റെ അനുഭവത്തിൽ ഇത്തവണത്തെ അദാലത്ത് നടത്തിയപ്പോൾ ഇന്നലെ അദാലത്തിൽ പങ്കെടുത്ത് ഉണ്ടായൊരു അനുഭവം വളരെ പോസിറ്റീവാണ്. 2023 താലൂക്ക് അദാലത്തിനേക്കാൾ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ശതമാനം വലിയ നിലയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. അദാലത്തിൻ്റെ ദിവസം തന്നെ പരിഹരിക്കപ്പെട്ട വിഷയങ്ങളുടെ എണ്ണവും നല്ല നിലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പൊതുവെ ജനങ്ങൾ സംതൃപ്തരാണ്. ആളുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദാലത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നത്. നേരത്തെ ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. ആ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദാലത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സ്പോട്ടായിട്ടുള്ള പരാതികളും പലതായി വന്നു. അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതും ഞങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കാണാനുള്ള ഇടപെടൽ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വടകര താലൂക്ക് അദാലത്തിലും ആ നിലയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇതിനോട് സഹകരിച്ച് പൊതുവേ നല്ല ഒരു അഭിപ്രായം അദാലത്തിൽ ഉണ്ടാകുന്നു. സമയബന്ധിതമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട്